ക്രിസ്തീയ മേഖലയിൽ ഓർക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ് സാധു കൊച്ചുകുഞ്ഞ് ഉപദേശി. എന്റെ ദൈവം സ്വർഗസിംഹാസനം പോലെയുള്ള അനുഗ്രഹീതമായ ഗാനങ്ങൾ എഴുതിയ വ്യക്തിയാണ്. ഒരു ദിവസം ഉപദേശി ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ദേശത്ത് 2-3 ചെറുപ്പക്കാർ ഈ ഉപദേശി ഒന്ന് കളിയാക്കണമെന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന്റെ അടുക്ക വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, താങ്കൾ പറയുന്ന പ്രസംഗങ്ങളൊക്കെ വളരെ മനോഹരമായിരിക്കുന്നു. താങ്കളുടെ ഭവനത്തിലേക്ക് എപ്പോ വന്നാലും അവിടെ വരുന്നവർക്ക് ആഹാരം കൊടുക്കും എന്ന് കേട്ടിട്ടുണ്ടല്ലോ എന്ന് ഈ ചെറുപ്പക്കാർ പറഞ്ഞു. നമുക്കറിയാം, പണ്ട് കാലങ്ങളിലൊക്കെ എല്ലാവരും സമ്പന്നതയിലും കൊടുക്കാൻ പറ്റുന്ന അവസ്ഥയിലും ഒന്നുമല്ല, വളരെ ദാരിദ്ര്യത്തിലൂടെ കടന്നു പോകുന്ന അവസ്ഥയാണ്. ഉപദേശി എടുത്ത വയല പറഞ്ഞു, അതിനെന്താ, എന്റെ ഭവനത്തിലേക്ക് നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും വരാമല്ലോ, ഭവനത്തിന്റെ വാതിൽ നിങ്ങൾക്കായി തുറന്നിരിക്കുന്നു, കഞ്ഞിയാണെങ്കിലും ചോറാണെങ്കിലും നമുക്ക് ഒരുമിച്ച് ഇരുന്ന് ഭക്ഷിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ ചെറുപ്പക്കാരെ കൂട്ടി ഉപദേശി വീട്ടിലേക്ക് വന്നു. തന്റെ ഭാര്യ വീടിന്റെ പുറത്ത് നിൽക്കുക. ഭാര്യയോട് പറഞ്ഞു, ഇവർക്ക് കഴിക്കാൻ എന്തെങ്കിലും കൊടുക്കാം. ഭാര്യയുടെ വിഷമിച്ചുള്ള നിപ്പ് കണ്ടപ്പോഴേ ഉപദേശിക്ക് മനസ്സിലായി വീട്ടിലൊന്നുമില്ല. അദ്ദേഹം ഇടറിയ ശബ്ദത്തോടെ ഇങ്ങനെ പറഞ്ഞു, ആഹാരം ഒന്നും ഇരിപ്പില്ലേ? ഇങ്ങനെ പറഞ്ഞ് കേട്ടിട്ട് അദ്ദേഹത്തെ കളിയാക്കി ചിരിക്കാൻ ഈ ചെറുപ്പക്കാരെ തുടങ്ങുന്നതിന് മുൻപ് തന്നെ വള്ളത്തേൽ ഒരാൾ വരികയാണ്. ഉപദേശിയുടെ വീട് എവിടെയാണ്, ഉപദേശിയുടെ വീട് എവിടെയാണെന്ന് ഇങ്ങനെ ഉറക്കെ വിളിച്ച് പറയുന്നത് കേട്ടു. ഉപദേശി ആ കടവിലേക്ക് ചെന്ന് ആ വള്ളക്കാരനോട് ചോദിച്ചു, എന്താണ് എന്റെ പേര് വിളിച്ചത്? അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് തരാൻ വേണ്ടി എന്റെ മുതലാളി പട്ടണത്തിൽ നിന്ന് കപ്പയും ഏത്തക്കായും എല്ലാം തന്നുവിട്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. ഉപദേശി ഹൃദയത്തിൽ കൈവച്ചിട്ട് പറഞ്ഞു, മരുഭൂമിയിൽ ഇസ്രായേൽ ജനത്തിന് വേണ്ടി മന്ന പൊഴിച്ച ദൈവം എന്റെ ഹൃദയത്തെ കാണുന്നു. നിന്ദിച്ചവരുടെ മുൻപിൽ തന്നെ എന്നെ മാനിച്ച ഒരു ദൈവമുണ്ടെന്ന്. കെട്ടുകഥയല്ല, അനുഭവ സാക്ഷ്യമാണ്. ഒരു മനുഷ്യൻ ദൈവത്തെ അന്ധമായിട്ട് വിശ്വസിച്ചപ്പോൾ നിന്ദിക്കാൻ വന്ന ചെറുപ്പക്കാരുടെ മുൻപിൽ പോലും അദ്ദേഹത്തെ മാനിച്ചൊരു ദൈവമുണ്ടെങ്കിൽ നമ്മളെ ആദരിക്കുന്ന ഒരു സ്വർഗമുണ്ട്.